ഹായ്. അപ്പൊ LBSൽ അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇംപ്രൂവ്മെന്റിന് കൊടുത്ത കുറെ കുട്ടികളുടെ ഡൗട്ടാണ് ഈ മാർക്ക്. അവർക്ക് ഇപ്പൊ ഇംപ്രൂവ്മെന്റിന് കൊടുത്തിട്ട് മാർക്ക് കൂടുകയാണെങ്കിൽ ആ മാർക്ക് ഈ നമ്മുടെ LBSലേക്ക് ആഡ് ചെയ്യുമെന്നാണ്, മെയിൻ മാർക്കിലേക്ക് ആഡ് ചെയ്യുമെന്നാണ്. ഇപ്പൊ എന്താണ്, നമ്മളിപ്പോ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ ഈ റിസൾട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ കിട്ടിയ മാർക്ക് എന്ത് ചെയ്യും? ഈ LBSൽ നമ്മൾ അപ്ലൈ ചെയ്തതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ റാങ്ക് ലിസ്റ്റിന് ശേഷം വരുന്നതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പൊ ഈ ഓപ്ഷൻ രജിസ്ട്രേഷന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് ഒരുപാട് ലിസ്റ്റ് ഓഫ് കോളേജ് LBS പബ്ലിഷ് ചെയ്യും. അതിനകത്ത് ഒരു ഡെഫിനറ്റ് നമ്പർ ഗവൺമെന്റ് കോളേജും കാണും, അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജും കാണും. പ്രൈവറ്റ് കോളേജിൽ തന്നെ സിമെറ്റ് കോളേജ് കാണും, CPAS കോളേജ് കാണും, അങ്ങനെ പല കോളേജും കാണും. അപ്പോഴേക്ക് എന്താണ്, ഗവൺമെന്റ് കോളേജ് കഴിഞ്ഞ പ്രാവശ്യം 14 ഗവൺമെന്റ് കോളേജ് ആയിരുന്നു ഉള്ളത്. ഇപ്പൊ ചിലപ്പം മേ ബി അതിന്റെ എണ്ണം കൂട്ടാതിരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പോൾ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടിക്കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ, ഏകദേശം ഒരു ഇൻഡെക്സ് മാർക്ക് ഒരു 295 മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എത്ര ഗവൺമെന്റ് കോളേജ് ഉണ്ടോ അത്രയും ഗവൺമെന്റ് കോളേജ് വെച്ചിട്ട് പിന്നെ അതിന്റെ താഴോട്ട് നല്ല ഏറ്റവും നല്ല പ്രൈവറ്റ് കോളേജ് എല്ലാം വെക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താണ്, ഒരു അതിനേക്കാളും മാർക്ക് കുറവാണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ഗവൺമെന്റും വെച്ച് പ്രൈവറ്റ് എല്ലാ കോളേജും അങ്ങ് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടുന്ന കോളേജ്, ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഗവൺമെന്റ് കോളേജ് വേണ്ടുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ പ്രൈവറ്റ് ഇന്ന കോളേജൊക്കെ വേണം, ഇതൊക്കെ നല്ലതാണ് നിങ്ങൾക്കൊരു മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോളേജിന്റെ ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കി വെക്കുക. മീൻസ് ഇപ്പം പബ്ലിഷ് ചെയ്യും, ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഇത്ര കോളേജ് ആണെന്ന് പബ്ലിഷ് ചെയ്യുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കി വെക്കുക. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇട്ട ഓപ്ഷൻ രജിസ്ട്രേഷന്റെ കോളേജ് എടുത്ത് നോക്കിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. ഇപ്പൊ അഡീഷണൽ ഏതെങ്കിലും കോളേജൊക്കെ ഇപ്രാവശ്യം ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താണ്, ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് നമ്മൾ അതറിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോളേജിന്റെ ലിസ്റ്റ് എന്ത് ചെയ്യുക, തയ്യാറാക്കി വെക്കുക. ഇപ്പം നിങ്ങൾ തയ്യാറാക്കുന്ന കോളേജിൽ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഈ കോളേജ് എന്നൊക്കെ ഒന്ന് തിരക്കി വെക്കുക. അപ്പൊ അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രയോറിറ്റി വൈസ് മാത്രമേ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ വെക്കാവൂ. അപ്പൊ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കുന്ന സമയത്ത് 7 മെഡിക്കൽ കോളേജ് ഉള്ളായിരുന്നു, അതിന് ശേഷം പിന്നെ മൊത്തം പ്രൈവറ്റ് കോളേജ് വരുന്നു. ഞാൻ എന്ത് ചെയ്തു, 7 മെഡിക്കൽ കോളേജ് ആദ്യം വെച്ചിട്ട് അതിന് ശേഷം ഉള്ള പ്രൈവറ്റ് കോളേജ് വെക്കുന്നത് ഞാൻ മൈൻഡ് ആക്കിയില്ല. കാരണം ഞാൻ വിചാരിച്ച ഗവൺമെന്റ് കിട്ടുമെന്ന്. അപ്പോൾ വേറൊരാളാണ് വെച്ചത്. അപ്പൊ ഞാൻ പഠിക്കുന്ന കോളേജാണ് 8ാമത് കയറി വെച്ചത്. ആ കോളേജിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും അപ്പം വേറെ എനിക്ക് വേണ്ടുന്ന വേറെ നല്ല നല്ല കോളേജ് വേറെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്ത് ചെയ്തു, ഈ ഇപ്പോൾ ആ 8ാമത്തെ കോളേജിന് ശേഷമാണ് വെച്ചത്. കറക്റ്റ് എനിക്ക് എന്ത് കയറി വന്നു, ഈ 8ാമത്തെ കോളേജ് തന്നെ അലോട്ട്മെന്റിൽ കയറി വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രയോറിറ്റി വൈസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കോളേജ് വെക്കാവൂ. ഇപ്പം ആദ്യം നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിലാണെങ്കിൽ അതിനുശേഷം പ്രൈവറ്റ് കോളേജ്. പിന്നെ എല്ലാ കുട്ടികൾക്കും ഡൗട്ട് വരുന്നതാണ്, ഈ പ്രൈവറ്റ് കോളേജിൽ എല്ലാത്തിലും ഒരേ ഫീസ് സ്ട്രക്ചർ ആയിരിക്കുമെന്ന്. ഗവൺമെന്റ് കോളേജിന് അറിയാമല്ലോ, ഫീസ് കൊടുക്കണ്ട. പ്രൈവറ്റ് കോളേജിൽ എന്നാലും ഏകദേശം ഒരേപോലത്തെ ഫീസ് സ്ട്രക്ചർ ആയിരിക്കും. LBSൽ മെയിനായിട്ട് എന്ത് അറിയാമല്ലോ, ഡൊണേഷൻ കൊടുക്കണ്ട. പിന്നെ ഈ സിമെന്റ് കോളേജും പ്രൈവറ്റ് കോളേജും ബാക്കിയുള്ള CPASും പ്രൈവറ്റ് കോളേജും ഒക്കെ ഏകദേശം ഒരേപോലെയൊക്കെയാണ്. പിന്നെ ഞാൻ പറയാം, സിമെന്റ് കോളേജ്, അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സിമെന്റ് എന്തുവാന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ സിമെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു അംഗീകാരമുള്ള ഒരു കോളേജാണ് സിമെറ്റ് കോളേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം സിമെറ്റ് കോളേജ് വെക്കാം. അപ്പോൾ സിമെറ്റ് കോളേജിൽ ഫീസിന് എന്താണ് കൊടുക്കണ്ടായ്മയൊന്നുമില്ല, ഫീസ് കൊടുക്കണം. എന്നാലും കുറച്ചും കൂടെ ഗവൺമെന്റിന്റെ ഒരു അണ്ടർടേക്കിൽ വരുന്നതാണ് സിമെറ്റ് കോളേജ് എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജിൽ റിസർവേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ
ഫീസ് വരത്തില്ല. അപ്പൊ SC ST റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് വേറൊരു ബെനിഫിറ്റ് ഉണ്ട്. അവരിപ്പോ പ്രൈവറ്റ് കോളേജിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്ത് ചെയ്യും, ഇയർലി ഒരു സ്കോളർഷിപ്പ് കിട്ടും. അപ്പൊ നിങ്ങൾ ആ കോളേജ് ഇപ്പം ഏതെങ്കിലും കോളേജ് കിട്ടുവാണെങ്കിൽ അവിടെ മിക്കുള്ള കോളേജിലും കിട്ടുന്നതാണ് സ്കോളർഷിപ്പ്. ഇപ്പൊ എന്റെ കോളേജിൽ തന്നെയുണ്ട്, അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ ആ സ്കോളർഷിപ്പിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇയർലി ഉള്ള നിങ്ങളുടെ കോളേജ് ഫീസ്, അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫീസും, കോളേജ് ഹോസ്റ്റൽ തന്നെ ആയിരിക്കണം, ആ ഹോസ്റ്റൽ ഫീസ് എന്ത് ചെയ്യും, ഈ സ്കോളർഷിപ്പ് വഴി അടഞ്ഞു പോകും. അപ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും, ഫീസായിട്ട് അടഞ്ഞു പോകും. അങ്ങനെ ഒരു നല്ലൊരു ബെനിഫിറ്റ് എന്തുണ്ട്, ഈ റിസർവേഷൻ ഉള്ള SC ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, പ്രത്യേകിച്ച് ലോണൊന്നും എടുക്കേണ്ടി വരത്തില്ല. ഈ സ്കോളർഷിപ്പിൽ തന്നെ പൈസ അടഞ്ഞങ്ങ് പോകും. അപ്പോൾ ഓരോ കോളേജ് അനുസരിച്ച് എന്ത് ചെയ്യും, പല സ്കോളർഷിപ്പും കോളേജിൽ കാണാതിരിക്കാം. ഇപ്പോൾ OBCയിലൊക്കെ പെടുന്ന കുട്ടികൾക്ക് ചില കോളേജിലാണെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും, ചിലയിടത്താണെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ടാകത്തില്ല. ഞാൻ പഠിച്ച കോളേജിൽ OBC സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയില്ല. ഞാൻ OBC ആയിരുന്നു, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല. ഇപ്പോൾ അത്യാവശ്യം മാർക്ക് കുറഞ്ഞ ഒരു കുട്ടിയാണ്, 290 താഴെയാണ് മാർക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ഇത്ര ഒരു കോളേജ് വെച്ച് ലിമിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് കോളേജ് വെക്കുക. കാരണം നമ്മൾ എത്രത്തോളം കോളേജ് ഉണ്ട് അത്രത്തോളം അങ്ങ് വെക്കുക. കാരണം ഏതെങ്കിലും അങ്ങനെ വെക്കുമ്പോൾ, ഒരുപാട് കോളേജ് വെക്കുമ്പോഴേക്ക് ഏതെങ്കിലും കോളേജ് കയറി വരാതിരിക്കത്തില്ല. അപ്പോൾ LBSന്റെ ആയതുകൊണ്ട് തന്നെ ആ കോളേജിൽ അഫിലിയേഷനൊക്കെ ഉണ്ടാകും. കാരണം ഗവൺമെന്റിന്റെ ആണല്ലോ നമ്മുടെ LBS. അപ്പം അഫിലിയേഷൻ ഇല്ലാത്ത കോളേജ് ഒന്നും ആഡ് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 290 താഴെയാണെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്പർ കോളേജ് എന്ത് ചെയ്യുക, ലിസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പം വെക്കുക. അപ്പം ഏതെങ്കിലുമൊക്കെ കോളേജ് വരുമല്ലോ. പിന്നെ ഒരു 295 എബോള്ള കുട്ടികളാണെങ്കിൽ ആദ്യം എത്ര ഗവൺമെന്റ് കോളേജ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് കോളേജ് ആദ്യം വെച്ചിട്ട് പിന്നെ നിങ്ങളുടെ പ്രയോറിറ്റി വൈസ് നല്ല കോളേജ്, പ്രൈവറ്റ് കോളേജ് നോക്കി താഴോട്ട് വെക്കുക. അപ്പം നിങ്ങൾ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴേക്ക് അറിയാൻ പറ്റും. അപ്പം ഞാനും കഴിഞ്ഞ പ്രാവശ്യം ഒരു ലിസ്റ്റ് തയ്യാറാക്കിയായിരുന്നു, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുവഴി ഒന്ന് തിരക്കി വെക്കുക, ഇന്ന കോളേജൊക്കെ നല്ലതാണോന്ന്. പിന്നെ നഴ്സിംഗ് പാരാമെഡിക്കലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും വേണ്ടുന്നത് ക്ലിനിക്കൽ എക്സ്പോഷർ തന്നെയാണ്, തിയറി വേണ്ടെന്നല്ല, തിയറിനെക്കാളും. അപ്പം അതൊക്കെ ആ കോളേജിൽ അവൈലബിൾ ആണോ എന്നൊക്കെ നിങ്ങളൊന്ന് തിരക്കി വെച്ചേക്കാം. ഇപ്പോഴും ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ രജിസ്റ്റർ ചെയ്യുക. പിന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, അതിനോടൊപ്പം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനും വരും. അപ്പം ഇതിന് മുമ്പേയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്ലാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉള്ള ലിസ്റ്റ് എടുത്തിട്ട് ഒരു ലിസ്റ്റ് നിങ്ങൾ ഇപ്പോഴേ തയ്യാറാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി വൈസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജ് കൊടുക്കുക, മാക്സിമം നമ്പർ ഓഫ് കോളേജ് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പം മാർക്ക് കൂടുതൽ, ഒരു 290 കൂടുതലുള്ള കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ ലിമിറ്റ് ചെയ്യാതെ ആദ്യത്തെ ഗവൺമെന്റ് 3 പ്രൈവറ്റ് അങ്ങനെ വെക്കാതെ നിങ്ങളൊരു കുറേ കോളേജ് അങ്ങ് കൊടുക്കുക. കാരണം ഇഷ്ടം പോലെ കുട്ടികളാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. ഒരേ മാർക്കുള്ള, നല്ല മാർക്കുള്ളയും ഒക്കെ ഒരുപാട് ഒട്ടനവധി കുട്ടികളാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലക്ക് അനുസരിച്ചും കൂടെ ഇരിക്കും. അതുകൊണ്ട് ഒരു ഭാഗ്യപരീക്ഷണം വേണ്ട, നിങ്ങൾ ഒരുപാട് കോളേജ്, മാക്സിമം നമ്പർ ഓഫ് കോളേജ് നിങ്ങൾ എന്ത് ചെയ്യുക, വെക്കാൻ നോക്കാം. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.